18ാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം ഏതാനും നിമിഷങ്ങൾക്കകം പുറത്തു വരുവാൻ പോവുകയാണ്. കഴിഞ്ഞ 44 ദിവസങ്ങളായി നടന്ന 7 ഘട്ട തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞ് ഫലം പുറപ്പെടുവിക്കുന്നതിനുള്ള നടപടികളും ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മാത്രമല്ല, ലോകമാകമാനം ഈ തെരഞ്ഞെടുപ്പ് ഫലം വളരെ ജിജ്ഞാസയോടും ഉത്കണ്ഠയോടും ആകാംക്ഷയോടും കൗതുകത്തോടും കൂടിയാണ് കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. ഇന്ത്യയുടെ ഭാവി ഭാഗധേയം ആരുടെ കൈകളിലേക്കാണ് പോകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ആകാംക്ഷയും ജിജ്ഞാസയുമാണ് രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരിലും അതുപോലെ പൊതുസമൂഹത്തിലും ലോകത്തെമ്പാടുമുള്ള ജനങ്ങളിലും നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ ക്രമീകരണങ്ങൾ പല വട്ടങ്ങളിലായി പുതിയ മന്ത്രിസഭാ രൂപീകരണത്തിന് 2 മുന്നണികളും ആരംഭിച്ചിരിക്കുന്നുവെന്നാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട്. ഭാരതീയ ജനതാ പാർട്ടി 400 സീറ്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് 3ാം ഊഴത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. അതിനുള്ള സമയവും മുഹൂർത്തവും ഒക്കെ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒട്ടും പിന്നാക്കം പോകാതെ ഇന്ത്യ മുന്നണിയും എല്ലാ ഒരുക്കങ്ങളും ഒരു പുതിയ മന്ത്രിസഭ രൂപീകരിക്കാൻ BJPയെ തൂത്തെറിഞ്ഞുകൊണ്ട് ഒരു പുതിയ അധ്യായം ഇന്ത്യയുടെ ചരിത്രത്തിൽ സൃഷ്ടിക്കാനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. സ്വാഭാവികമായി 2 മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി കേവല ഭൂരിപക്ഷം എത്തിയില്ലെങ്കിൽ പോലും അവർ ഏറ്റവും വലിയ 1ാം കക്ഷിയായി പുറത്തു വരികയും അതിൻ്റെ ആനുകൂല്യം പറ്റിക്കൊണ്ട് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി അവരെ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനായി ക്ഷണിക്കുമ്പോൾ അവർക്ക് പരിചയമുള്ള കുതിര കച്ചവടത്തിലൂടെയും അട്ടിമറിയിലൂടെയും ആവശ്യമായ ഭൂരിപക്ഷം അവർ നേടുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. അവരുടെ പശ്ചാത്തലം അങ്ങനെയാണ്. 272 എന്ന് പറയുന്ന മാന്ത്രിക നമ്പറിലേക്ക് എത്തുന്നതിനടുത്ത് വരുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ആ ഭൂരിപക്ഷം അല്ലെങ്കിൽ ആ നമ്പർ അവർ എത്തുന്നില്ല എങ്കിൽ ഇപ്പോൾ അവരുടെ മുന്നണിയിൽ സാങ്കേതികമായി ഉൾപ്പെടാതെ നിൽക്കുന്ന ആന്ധ്രയിലെ YSR കോൺഗ്രസും ഒഡീഷയിലെ ബിജു ജനതാദളും അതുപോലെ തന്നെ ബീഹാറിലെ നിതീഷ് കുമാറിന്റെ JDUവും ഒക്കെ അവർക്ക് പിന്തുണ നൽകും. അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ പ്രലോഭിച്ച് മന്ത്രിസ്ഥാനമോ പണമോ ഒക്കെ നൽകി അവരുടെ പക്ഷത്ത് കൊണ്ടുവന്ന് ഭൂരിപക്ഷം ഉണ്ടാക്കി അവർ അധികാരത്തിൽ വരുമെന്ന് ഒരു വിഭാഗം കണക്ക് കൂട്ടുന്നു. രാഷ്ട്രീയ ധാർമ്മികതയും സദാചാരവും ഒട്ടും തൊട്ട് തീണ്ടാത്ത ഒരു പാർട്ടിയാണ് BJP എന്നിപ്പോൾ അവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ചരിത്രത്തിലും അതിൻ്റെ പല ദൃഷ്ടാന്തങ്ങൾ എടുത്തു പറയാനായിട്ടുണ്ട്. അതുകൊണ്ട് അവർ എല്ലാ അടവുകളും പ്രയോഗിച്ച്, ഏത് ഹീനമായ അടവുകളും പ്രയോഗിച്ച് വില കൊടുത്തും അവർ ഭൂരിപക്ഷം സൃഷ്ടിക്കാനായി ശ്രമിക്കുമെന്നുള്ളതാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ ഇന്ത്യ മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവരുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് 27 കക്ഷികൾ തമ്മിലുള്ള ഐക്യം നിലനിർത്തുക എന്നുള്ളതാണ്. അവർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂർ നിശ്ചയിച്ചുകൊണ്ടല്ല തെരഞ്ഞെടുപ്പിൽ അവർ BJPയെ നേരിട്ടത്. അപ്പോൾ അവരുടെ ഇടയിൽ ആ തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. അതും നമുക്ക് അസാധാരണം എന്ന് നമുക്ക് പറയാനാവുകയില്ല. അപ്പോൾ 2 മുന്നണികളും എന്തായാലും അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഏത് മാർഗത്തിലൂടെയും അധികാരത്തിൽ എത്തുക എന്ന രീതിയിൽ കൂട്ടലുകളും കിഴിക്കലുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ഉദ്വേഗജനകമായ നിമിഷങ്ങളാണ് ഇനി നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. തുടക്കത്തിൽ വോട്ട് എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകൾ, അതുപോലെ 80 വയസ്സിൽ കൂടുതലായി പ്രായമുള്ള ആളുകൾ അവരുടെ വീടുകളിൽ വെച്ച് നൽകിയ വോട്ടുകൾ, സർവീസ് വോട്ടുകൾ തുടങ്ങിയവയൊക്കെ എണ്ണിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള എണ്ണം ആരംഭിക്കുകയുള്ളൂ. എന്തായാലും ഏതാണ്ട് 11 മണിയോടുകൂടെ ഫലത്തിന്റെ വ്യക്തമായ സൂചനകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എക്സിറ്റ് പോളുകളൊക്കെ നടത്തിയതായ പ്രവചനങ്ങളൊക്കെ ഒരു പരിധി വരെ മാത്രമേ ശരിയാകാനുള്ള സാധ്യതയുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ മുൻകാല അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തായാലും ഒരു കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ട്. ഒന്നുകിൽ BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി ഒരു നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും അധികാരത്തിൽ വന്ന് അവർ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കും എന്നുള്ള വാദവും
അതല്ല, ഈ NDA മുന്നണിയെ തറപറ്റിച്ചുകൊണ്ട് പുതിയ ഒരു ഐക്യനിര സൃഷ്ടിച്ചതായിട്ടുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് മറുഭാഗവും വിചാരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്കകം ചിത്രം വ്യക്തമാകാൻ പോവുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇത്രയും ദീർഘമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ സാമാന്യം വിജയകരമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. വരാൻ പോകുന്ന 5 വർഷം ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ച് സാമ്പത്തിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിലൊക്കെ ലോകത്തിൽ പ്രത്യേകമായ സ്ഥാനം നേടിയെടുക്കുവാൻ സാധ്യമായിട്ടുള്ള പരിപാടികളുമായിട്ടായിരിക്കണം ഇനി പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നത്. അവർ തെരഞ്ഞെടുപ്പിന് മുൻപ് നൽകിയ, ഇരു മുന്നണികളും നൽകിയതായ, അവരുടെ പ്രകടന പത്രികയിലൂടെ നൽകിയതായ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊക്കെ എത്ര അളവ് വരെ പാലിക്കപ്പെടും എന്നതൊക്കെയാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ജിജ്ഞാസയോടുകൂടി അറിയാൻ കാത്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം എന്ന പദവി എത്തിയിരിക്കുന്ന ഇന്ത്യ, 144 കോടി ജനങ്ങളുടെ ഇന്ത്യ, ഇനിയും വരും 5 വർഷങ്ങളിൽ ആര് ഭരിക്കും, എങ്ങനെ ഭരിക്കും എന്നുള്ളത് അത്യന്തം ആകാംക്ഷയോടുകൂടെ, ഉദ്വേഗത്തോടുകൂടെ നോക്കിക്കാണുന്ന ഒരു സമൂഹമാണ് ഇന്ത്യയിലുള്ളതും അതുപോലെ ഇന്ത്യക്ക് പുറത്തുള്ളതും.